പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രഭാഷകൻ്റെ പുസ്തകം 42-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. കർത്താവ് തൻ്റെ പ്രവൃത്തി ഭൂമിയിൽ നിർവഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനം വഴിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഭൂമിയിൽ സംഭവിക്കുന്നത് കർത്താവിൻ്റെ വചനം വഴിയാണ്. അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി വചനം വഴി നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ജീവിത സാഹചര്യങ്ങളിലും സംഭവിക്കും എന്ന ബോധ്യത്തോടെ നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കണം. ദൈവവചന ശുശ്രൂഷയിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം ഒരു ബോധ്യത്തോടെ വേണം നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ. കാരണം എവിടെ കർത്താവ് തൻ്റെ വചനം അയക്കുന്നു അവിടെ കർത്താവിൻ്റെ പ്രവൃത്തി നടക്കും. ഉദാഹരണത്തിന് സങ്കീർത്തനം 117-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്: ദൈവം തൻ്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തി. രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് 107-ാം സങ്കീർത്തനം പറയുകയാണ്, കർത്താവ് ആ രോഗത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം അയച്ച് സൗഖ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വചനം വഴി ദൈവപ്രവൃത്തികൾ സംഭവിക്കും എന്ന ബോധ്യത്തോടെ ദൈവവചനം കേട്ടാൽ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയിലേക്കും കുടുംബത്തിലേക്കും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കടന്നു വരും. കർത്താവ് ഇന്ന് ഈ ദിവസം നമ്മുടെ ചിന്തയ്ക്കായി നൽകുന്ന വിഷയം, നമ്മളിന്ന് ചിന്തിക്കാനായി പോകുന്ന ദൈവത്തിൻ്റെ വചനം ദൈവ സ്നേഹത്തെക്കുറിച്ചാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം, യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഇപ്രകാരം യോഹന്നാൻ എഴുതുകയാണ്: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നല്ല, മറിച്ച് അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം. യോഹന്നാൻ പറയുകയാണ്, യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുകയാണ്: നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തെ എപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. സാധാരണഗതിയിൽ ഒരു സാധാരണ മനുഷ്യൻ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു സാധാരണ ഭക്തനോട്, ഒരു സാധാരണ വിശ്വാസിയോട് ചോദിക്കുകയാണ്, ദൈവം നിന്നെ സ്നേഹിച്ചു എന്നതിന് എന്താണ് തെളിവ്? സത്യത്തിൽ നമ്മൾ എന്താണ് മറുപടി പറയാൻ പോകുന്നത്? ദൈവം എന്നെ സ്നേഹിച്ചു എന്നതിൻ്റെ തെളിവ്, ദൈവം എനിക്ക് വേണ്ടതെല്ലാം തന്നു. ഉദാഹരണത്തിന് ആരോഗ്യമുള്ള ഒരു വ്യക്തി പ്രകാരം പറയും, എൻ്റെ ശരീരത്തിന് രോഗമോ വൈകല്യങ്ങളോ ബലഹീനതകളോ ഇല്ലാതെ ദൈവം എനിക്ക് പൂർണ്ണമായ വൈകല്യങ്ങളില്ലാത്ത ഒരു ശരീരം തന്നു, എനിക്ക് ആരോഗ്യം തന്നു, അതുകൊണ്ട് ദൈവം എന്നെ സ്നേഹിച്ചു. അല്ലെങ്കിൽ നല്ല ഒരു ഭവനത്തിൽ വസിക്കുന്ന വ്യക്തി ഒരുപക്ഷെ ഇപ്രകാരം മറുപടി പറയും, ദൈവം എനിക്ക് നല്ല ഒരു വീട് തന്നു, ദൈവം എന്നെ സ്നേഹിച്ചു. നല്ല ജോലിയും വരുമാന മാർഗങ്ങളുമുള്ള ഒരു ഭക്തൻ ഇപ്രകാരം പറഞ്ഞേക്കാം, ദൈവം എനിക്ക് നല്ല വരുമാന മാർഗങ്ങൾ തുറന്നു തന്നു, അപ്പോൾ ദൈവം എന്നെ സ്നേഹിച്ചു. സത്യത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമ്മുടെ സാധാരണ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ദൈവം നമുക്ക് തന്ന ഭൗതിക അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് തെറ്റില്ല, എങ്കിലും അത് പൂർണ്ണമായും ശരിയല്ല. ദൈവം ഒരു വ്യക്തിയെ സ്നേഹിച്ചു എന്നത്
ദൈവം ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു എന്നത് സത്യത്തിൽ ദൈവം അയാൾക്ക് നൽകിയ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നാം ഗ്രഹിക്കേണ്ട ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നത് സത്യത്തിൽ നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യാഥാർത്ഥ്യമല്ല. മറിച്ച് ഇവിടെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം പറയുകയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, മറിച്ച് ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവം എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഒന്നാമതായി തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം ഇതാണ്. ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ഗ്രഹിക്കേണ്ടത്? ദൈവം എനിക്ക് ആരോഗ്യം തന്നോ എന്നല്ല, ദൈവം എനിക്ക് സമ്പത്ത് തന്നോ എന്നല്ല, ദൈവം എനിക്ക് ജീവിത പങ്കാളിയെ തന്നു, കുഞ്ഞുങ്ങളെ തന്നോ, ജോലി തന്നോ, വരുമാന മാർഗങ്ങൾ തന്നോ, ഭവനം തന്നോ, ഭൗതിക അനുഗ്രഹങ്ങൾ തന്നോ എന്നതല്ല സത്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം. മറിച്ച് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിന് വേദപുസ്തകം പറയുന്ന ദൈവസ്നേഹത്തിൻ്റെ അടയാളം, ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ, ദൈവം തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ നമുക്ക് തന്നു എന്നതാണ് ദൈവസ്നേഹം. പ്രിയപ്പെട്ടവരെ, ഇതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 31-ാം തിരുവചനത്തിൽ പൗലോസ് പറയുന്നത്, സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ. അപ്പോൾ ദൈവം മാനവരാശിയുടെ മടിത്തട്ടിലേക്ക് വിളമ്പിത്തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരമമായ അടയാളം എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് കിട്ടിയ മറ്റൊരനുഗ്രഹവുമല്ല, നമുക്ക് കിട്ടിയ ഈ ഒന്നാമത്തെ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. സത്യത്തിൽ ദൈവപിതാവ് ലോകത്തെ സ്നേഹിച്ചു എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലും റോമാലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനത്തിലും കർത്താവിൻ്റെ വചനം പറയുകയാണ്, യേശുക്രിസ്തുവിനെ ദൈവം നമുക്ക് തന്നു എന്നതാണ് ദൈവസ്നേഹത്തിൻ്റെ അടയാളം. അപ്പോൾ ഇത് ഒന്നാമതായി ഗ്രഹിച്ചാൽ നമുക്ക് യേശുക്രിസ്തുവിനെ കിട്ടി എന്നതാണ് ദൈവസ്നേഹം എന്നത് ഒരു വിശ്വാസിക്ക് മനസ്സിലായാൽ, പ്രിയപ്പെട്ടവരെ, ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാൻ ഇതിനകത്ത് വ്യക്തത വരണം. യേശുക്രിസ്തുവിനെ എനിക്ക് ദൈവം തന്നു എന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിഞ്ഞ ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമം മുതൽ നമ്മൾ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുന്ന സാഹചര്യങ്ങൾ മുതൽ, ഉദാഹരണത്തിന് ജെറമിയ, യെശയ്യ പ്രവാചകന്മാർ വായിക്കുന്ന ആ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് മുതൽ പിന്നീട് ഇങ്ങോട്ട് പ്രവാചക പുസ്തകങ്ങളിലൂടെ ഒരു വേദപുസ്തകം ഗൗരവമായി വായിക്കുന്ന വിശ്വാസി കടന്നു പോകുമ്പോൾ ആവർത്തിച്ച് കാണുന്ന ഇങ്ങനെ ഒരു പരാമർശമുണ്ട്. ദൈവത്തിന് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച്, ദൈവത്തെ പിതാവേ എന്ന് കണ്ട്, ദൈവത്തെ പിതാവായി അംഗീകരിച്ച് ദൈവത്തെ സ്നേഹിക്കണമെന്ന് പഴയ നിയമം മുതലേ വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ മക്കൾ പിതാവേ എന്ന് വിളിക്കണം. ഉദാഹരണത്തിന് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾ മരുഭൂമിയിലൂടെ 40 വർഷം നടന്ന കാലമൊക്കെയും ഒരു പിതാവ്, ഒരപ്പൻ തൻ്റെ മക്കളെ എന്ന പോലെ ദൈവം നിങ്ങളെ കൈകളിൽ വഹിച്ച് കൊണ്ടു നടന്ന കാലമൊക്കെയും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അപ്പം നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ മരുഭൂമിയിലൂടെ 46 വർഷം മരുഭൂമിയുടെ ഉഷ്ണച്ചൂടിലൂടെ ദൈവം നിങ്ങളെ അത്ഭുതകരമായി വഴി നടത്തിയ കാലത്ത് എങ്ങനെയാണ് ദൈവം വഴി നടത്തിയത്? ഒരപ്പൻ തൻ്റെ മക്കളെ കൈകളിലെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ ദൈവം നിങ്ങളെ കൊണ്ടുപോയ വഴികളൊക്കെയും നിങ്ങൾ ഓർക്കണം. വീണ്ടും നമ്മൾ ജെറമിയ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി അവിടെ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. ജെറമിയ 3-ാം അധ്യായം 19-ാം തിരുവചനം, ജെറമിയ 3:19, എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിലും വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട അവകാശം നിനക്ക് തരാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ഇത് സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ തമ്പുരാൻ്റെ ചങ്കയിലെ സങ്കടമാണിത്. എന്താണ് ഈ സങ്കടം? ദൈവത്തിൻ്റെ സങ്കടം ഇതാണ്, എൻ്റെ മക്കളുടെ കൂടെ, ഇസ്രായേലിനോട് വഴിവിട്ടുപോയ ഒരു ജനതയോട്, വഴിതെറ്റിപ്പോയൊരു ജനതയോട്
ഇടയനെ വിട്ട് അകലങ്ങളിലേക്ക് അകന്നുപോയ ആടുകളെപ്പോലെ അലഞ്ഞു തിരിയുന്ന ഇസ്രായേൽ എന്ന ജനതയോട്, ബാബിലോണിൻ്റെ അടിമത്തത്തിൻ്റെ തീരാനഷ്ടങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന ഒരു ജനതയോട് ജെറമിയായിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മക്കളെ, എൻ്റെ ആഗ്രഹം ഇതായിരുന്നു. എന്തായിരുന്നു ആഗ്രഹം? ദൈവത്തിൻ്റെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു: എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എല്ലാ ജനതകളിലും വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് തരാൻ ഞാൻ ആഗ്രഹിച്ചു. ദൈവം പറയുകയാണ്, എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും നീ എൻ്റെ മാർഗങ്ങൾ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. അപ്പോൾ പഴയ നിയമത്തിലുടനീളം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഈ ഒരു സങ്കടം നമ്മൾ കാണുകയാണ്. അതായത് ആ സങ്കടം ഇതാണ്: ദൈവത്തെ നമ്മൾ പിതാവേ എന്ന് വിളിക്കണമെന്നും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറണമെന്നും വേദപുസ്തകം എഴുതപ്പെട്ട അതിൻ്റെ ആദ്യ പുസ്തകം മുതൽ ഉടനീളം ദൈവത്തിൻ്റെ ആഗ്രഹം വചനം വെളിപ്പെടുത്തുകയാണ്. ഇനി യേശുക്രിസ്തുവിനെ നമുക്ക് കിട്ടി എന്നതാണ് ദൈവസ്നേഹം എന്ന് നമ്മൾ ഒന്നാമതായി പറഞ്ഞു. രണ്ടാമത്തേത് പറഞ്ഞത്, പഴയ നിയമം മുതൽ ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം, ദൈവം നമ്മളെ മക്കളായി കാണണമെന്ന ആഗ്രഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് നിങ്ങൾ ശ്രദ്ധയോടെ ഗ്രഹിക്കണം. അതായത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു വന്നതിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? ദൈവം നമ്മളെ സ്നേഹിച്ചു എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ തന്നതാണെങ്കിൽ, ആ യേശുക്രിസ്തുവിനെ തന്നതിലൂടെ കർത്താവ് നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ സമ്മാനം എന്താണ്? അതിനെക്കുറിച്ചാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്. യേശുക്രിസ്തുവിനെ നമുക്ക് തന്ന പിതാവായ ദൈവം ആ യേശുക്രിസ്തുവിലൂടെ നമുക്ക് തന്ന ഏറ്റവും വലിയ ആ സൗഭാഗ്യത്തെക്കുറിച്ച് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം പറയുകയാണ്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്, പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ഞാൻ നേരത്തെ ഇതുവരെയും പറഞ്ഞ 3 കാര്യങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. അതായത് ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളം ദൈവം നമുക്ക് തന്ന ഭൗതിക അനുഗ്രഹങ്ങളല്ല. രണ്ടാമത്തേത്, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളം യേശുക്രിസ്തുവിനെ തന്നു എന്നതാണ്. മൂന്നാമത്തേത്, യേശുക്രിസ്തുവിനെ തന്നു എന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മക്കളെ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ജനതയെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന, ദൈവനാമത്തെ ഏറ്റുപറയുന്ന ഒരു ജനത്തെ ദൈവം തൻ്റെ മക്കളാക്കി മാറ്റി. എങ്ങനെ മക്കളാക്കി മാറ്റി? യേശുക്രിസ്തുവിലൂടെ മക്കളാക്കി മാറ്റി. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തെ നമ്മൾ കണ്ടെത്തേണ്ടത് ദൈവപിതാവ് നമ്മെ മക്കളെന്ന സ്ഥാനത്തേക്ക് ഉയർത്തി എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം. യഥാർത്ഥത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏത് മനുഷ്യൻ്റെയും ചങ്കിനകത്തെ വേദന എന്താണ്? ഞാൻ ആരുടേതുമല്ല, അല്ലെങ്കിൽ ഞാൻ ആരുടേതാണ്? എന്നെ ആരാണ് വാല്യൂ ചെയ്യുന്നത്? എനിക്ക് ആരാണ് വില തരുന്നത്? എന്നെ ആരാണ് മനസ്സിലാക്കുന്നത്? എൻ്റെ സ്ഥാനം എന്താണ്? എൻ്റെ സ്റ്റാറ്റസ് എന്താണ്? എൻ്റെ പദവി എന്താണ്? ഇതാണ് ഏത് മനുഷ്യൻ്റെയും അബോധമായി ഏത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന ഒരു നിലവിളി. ഇതാണ് എൻ്റെ വാല്യൂ, എൻ്റെ മൂല്യം എന്താണ്? ഇവിടെ ദൈവം പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകനെ മകളെ, ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മെ മക്കളാക്കി മാറ്റി. ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ഈശോ സംസാരിച്ച വാക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈശോയുടെ വായിൽ നിന്ന് ഏറ്റവും കൂടുതൽ പുറത്തു വന്ന വാക്ക് ആബ എന്ന വാക്കാണ്. ഈശോ പറഞ്ഞ വാക്കുകളുടെ മുഴുവൻ ലിസ്റ്റ് എടുത്താൽ ഈശോ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഈശോ ഉച്ചരിച്ച വാക്ക് ആബ, പിതാവേ എന്ന വാക്കാണ്. ഈശോ ഒരു പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ്. ദൈവത്തെക്കുറിച്ച് ഈശോ പഠിപ്പിച്ച സമയത്ത് ഈശോ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുകയും വെയിലുദിപ്പിക്കുകയും ചെയ്യുന്ന പിതാവ് എന്നാണ്. ഈശോ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ അവൻ നിങ്ങളുടെയും പിതാവാകും എന്ന് പറഞ്ഞിട്ടാണ് ഈശോ തൻ്റെ മരണത്തിലേക്ക് പോകുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഈശോ ദൈവത്തെ പ്രാർത്ഥിക്കാൻ വിളിക്കാൻ വേണ്ടി ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. ഇനി ഈശോ ഈ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്ന ഈശോയുടെ ആദ്യത്തെ സംസാരം എന്താണ്? സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഈശോ ആദ്യമായി സംസാരിച്ചതായി സുവിശേഷപ്രകാരം നമ്മൾ കാണുന്നത്, ഈശോ ദേവാലയത്തിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നഷ്ടപ്പെട്ട ഈശോയെ തേടി മാതാപിതാക്കൾ ദേവാലയത്തിലേക്ക് എത്തുന്ന സമയത്ത്
അമ്മ ഓടിച്ചെന്ന് ഈശോയെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താ എന്ന് ചോദിക്കുന്ന നേരത്ത് കർത്താവ് പറയുന്ന മറുപടി, ഈശോ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലേ? അപ്പോൾ ഈശോ സത്യത്തിൽ ഈശോയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ആദ്യത്തെ സംഭാഷണത്തിൽ ഈശോ ആദ്യമായി ഉച്ചരിച്ചു എന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ആ ഡയലോഗിൽ അപ്പ എന്ന വാക്ക് പറഞ്ഞിട്ടാണ് ആദ്യത്തെ സെൻറ്റൻസ്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലേ? ഇനി ഈശോയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന അവസാനത്തെ സംഭാഷണമായി, ഈശോയുടെ കുരിശുമരണത്തിന് മുമ്പ് ഈശോ സംസാരിച്ച അവസാനത്തെ സംഭാഷണമായി സുവിശേഷം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: എല്ലാം പൂർത്തിയായി പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ, എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. എല്ലാം പൂർത്തിയായി അപ്പ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ ആരംഭിച്ചത് അപ്പനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈശോ അവസാനിച്ചത് അപ്പനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പരസ്യജീവിതത്തിൻ്റെ ആരംഭം പിതാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, പരസ്യജീവിതത്തിൻ്റെ ഒടുക്കം പിതാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ആരംഭിച്ചതിനും അവസാനിപ്പിച്ചതിനും ഇടയിൽ എത്ര ആയിരം തവണ ഈശോയുടെ പരിശുദ്ധമായ നാവിൻ തുമ്പിൽ നിന്ന് ഈ വാക്ക് ലോകം കേട്ടു: അപ്പ, ആബ, പിതാവേ എന്ന് പറയുന്ന വാക്ക്. അതായത് നന്നായിട്ട് ശ്രദ്ധിച്ച് ഗ്രഹിക്കേണ്ട ഒരു സംഗതി ഇതാണ്. അതായത് സത്യത്തിൽ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് തോന്നിപ്പോവുകയാണ്. സത്യത്തിൽ ഈശോ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത് ഈ ഒരൊറ്റ കാര്യം പഠിപ്പിക്കാനാണെന്ന് സംശയം തോന്നുന്ന വിധത്തിൽ അത്ര അധികം ഈശോ ആബ, പിതാവേ എന്ന വാക്ക് ഉപയോഗിച്ചു. പറഞ്ഞതിലെല്ലാം പിതാവ് ദൈവത്തെ പിതാവായി അവതരിപ്പിച്ചു. ദൈവം സ്നേഹിക്കുന്ന പിതാവാണെന്ന് കാണിക്കാൻ ഉപമ പറഞ്ഞു. ഉദാഹരണത്തിന് ലൂക്ക 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു മകൻ്റെ തിരിച്ചു വരവും പ്രതീക്ഷിച്ച് വഴിക്കണ്ണുകളുമായി സ്നേഹത്തോടെ വിളമ്പി മൂടിവെച്ച അത്താഴത്തിൻ്റെ പിന്നിൽ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരു മാതാവിൻ്റെ ഹൃദയത്തോടെ കാത്തിരുന്ന ഒരമ്മയെപ്പോലെയാണ് ദൈവപിതാവെന്ന് അങ്ങനെ കാത്തിരുന്ന ഒരു അപ്പൻ്റെ ചിത്രം ഒരു കഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ സുവിശേഷം ശ്രദ്ധയോടെ വായിക്കുന്നവരാണെങ്കിൽ സുവിശേഷങ്ങളുടെ ആദ്യത്തെ താള് മുതൽ അവസാനത്തെ താള് വരെ നിങ്ങളറിയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരാശയം പ്രവേശിക്കും. അതായത് ദൈവം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പാപങ്ങളുടെ കണക്ക് വെച്ച് എണ്ണിയാലൊടുങ്ങാത്ത ആധിക്യം, പാപത്തിൻ്റെ ആധിക്യം കൊണ്ട് ആ ഭാരം പേറി മുന്നോട്ട് പോകാനാവാതെ ഭാരപ്പെടുന്ന ഒരു മാനവരാശിയെ കണക്ക് വെച്ച് കുറിച്ച് വെച്ച് ശിക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ന്യായാധിപനല്ല ദൈവം. മറിച്ച് ദൈവം അപ്പനാണെന്ന് ഈ പ്രപഞ്ചത്തോട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് പഠിപ്പിക്കാനാണ് ഈശോ പ്രപഞ്ചത്തിൻ്റെ മാറിലേക്ക് തൻ്റെ കാല് വെച്ച് ഇറങ്ങിയത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഈശോയുടെ സംസാരം. എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാൻ ആഗ്രഹിച്ചത് ഇതാണ്: ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെട്ടത് ദൈവം പിതാവാണെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ഈശോ മിശിഹായെ ലോകത്തിലേക്ക് അയച്ചതിലാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ സംഗ്രഹം അതാണ്. അതായത് ദൈവസ്നേഹം എന്ന് പറയുന്നത് നമുക്ക് വീട് കിട്ടിയതിലല്ല, ജോലി കിട്ടിയതിലല്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മക്കളെ കിട്ടിയതിലല്ല. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ പ്രതീക്ഷിച്ചും കാത്തുവരുന്ന ഭൗതിക സമ്പാദ്യങ്ങളും സൗഭാഗ്യങ്ങളും നമ്മുടെ മടിത്തട്ടിലേക്ക്, പ്രതീക്ഷയുടെ മടിത്തട്ടിലേക്ക് വെച്ച് കിട്ടിയതല്ല ദൈവത്തിൻ്റെ സ്നേഹം. മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും വില കൽപ്പിക്കാനാവാത്ത അത്ര അമൂല്യമായ ലോകത്തിന് കിട്ടിയ ആ വലിയ സമ്മാനം യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് റോമാലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഇപ്രകാരം എഴുതി വെച്ചു: നമ്മെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന റോമാലേഖനം 8-ാം അധ്യായം 14 മുതലുള്ള തിരുവചനം: ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ, പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു സ്ഥലത്ത് വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ 30-35 വർഷം കർത്താവിന് വേണ്ടി രാപകലില്ലാതെ ജോലി ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം മുൻപ് ജീവിച്ചിരുന്ന വിശ്വാസത്തിൽ നിന്ന് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച്
ക്രിസ്ത്യാനിയായി മാറിയ ആളാണ്. ആ ഒരു കാരണത്തിൻ്റെ പേരിൽ എണ്ണിയാലൊടുങ്ങാത്ത പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരിക്കൽ ദേവാലയത്തിൽ ഒരു പ്രാർത്ഥന നടക്കുന്ന നേരത്ത്, പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് കരയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആ മനുഷ്യൻ കരയുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വികാരിയച്ഛനായ എനിക്കറിയാം. അദ്ദേഹം കരയുന്നതിൻ്റെ കാരണം ഇതാണ്: അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാൻ പോവുകയാണ്. ചോർന്നൊലിച്ച് കിടക്കുന്ന ഒരു വീടാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിനൊരു നല്ല ഭവനമില്ല. ഈ ഒരു പ്രാരാബ്ദം, ഒരു ഭാരം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വളരെ കുറച്ച് പേര് മാത്രം ഇരിക്കുന്ന ആ പള്ളിയിൽ ആ വികാരിയച്ഛൻ ഇടവക്കാരോടുള്ള സ്വാതന്ത്ര്യത്തിൽ ഞാൻ ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു: ചേട്ടാ, ഇവിടെ ഇരുന്ന് കരയാതെ, ഇവിടെ ഇരുന്ന് കരയുന്നതിന് പകരം അൽത്താരയിൽ ഈശോ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ആ ഈശോ ദൈവത്തെ പരിചയപ്പെടുത്തിയത് പിതാവെന്നാണ്. നാം മക്കളാണെങ്കിൽ അവകാശികളാണ്. അതുകൊണ്ട് 30-35 വർഷം കർത്താവിന് വേണ്ടി ജീവിച്ച സഹോദരന് ഭവനമില്ലെങ്കിൽ ആ ഭവനം ദൈവപിതാവ് ആ ഭവനം നിർമ്മിച്ച് തരാൻ ബാധ്യസ്ഥനാണ്. അത് ദൈവത്തിൻ്റെ ലയബിലിറ്റിയാണ്, അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു മകനെന്ന നിലയിൽ അത് ചോദിച്ചു വാങ്ങിക്കാൻ ചേട്ടന് പറ്റണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേക ഇടങ്ങളിൽ അനേകം വിശ്വാസികളുടെ ഹൃദയത്തിൽ എനിക്കൊരു കാര്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. 95% ഭക്തരെന്ന് വിചാരിക്കുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ ശക്തമായി കിടക്കുന്ന ഒരു സുവിശേഷ വിപരീതമായ ആറ്റിറ്റ്യൂഡാണ് പേടിയാണ് മനുഷ്യന്, ഭയം. ഈ ഭയം വരുന്നത് എവിടെ നിന്നാണ്? ദൈവം പിതാവാണെന്ന് ഹൃദയത്തിനകത്ത്, ചങ്കിനകത്ത് നാരായം കൊണ്ട് എഴുതി വെച്ച ഒരാൾക്ക് ഭയം വരില്ല. ദൈവം എൻ്റെ അപ്പനാണ്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം എൻ്റെ പിതാവാണ്. അതാണ് ഇവിടെ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നത്: നമ്മെ വീണ്ടും അടിമത്തത്തിലേക്ക്, ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, നമ്മെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന, അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തരുന്ന മനോഭാവം, നമ്മൾ ഇനിമേൽ അടിമകളല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ബോധ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറയുന്നതിൻ്റെ പിന്നിലെ പശ്ചാത്തലം, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കാതെ കെട്ടപ്പെട്ടും ഭാരപ്പെട്ടും തകർന്നും കിടക്കുന്ന അനേകായിരങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന അടിസ്ഥാനപരമായ മനോഭാവം പേടിയാണ്. പിശാചിനെ പേടി, മനുഷ്യരെ പേടി, സാഹചര്യങ്ങളെ പേടി, സംവിധാനങ്ങളെ പേടി. മനുഷ്യൻ്റെ അകത്ത് ഇന്ന് മനോരോഗങ്ങൾ അത്രമേൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന അടിസ്ഥാനപരമായ വികാരം പേടിയാണ്. ഈ ഭയം എവിടെ നിന്ന് വരുന്നു? അതിൻ്റെ വേര്, അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ദൈവത്തെ പിതാവായി മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ്. ദൈവം എൻ്റെ അപ്പനാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്ക് എല്ലാ സാഹചര്യങ്ങളെയും ദൈവമാണ് നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്ക് അടിസ്ഥാനപരമായി കർത്താവിൻ്റെ മക്കളാണെന്ന് ബോധ്യമുള്ള വ്യക്തിക്ക് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും. ഈ ഭയം ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോകും. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് എന്ന് പറയുന്ന രാജാവ് ഒരു പ്രാർത്ഥന നടത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 3 രാജ്യങ്ങൾ ചേർന്ന് ഈ രാജാവിനെ ആക്രമിക്കാൻ വരുന്ന സമയത്ത് യഹോശാഫാത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 6-ാം തിരുവചനം എങ്ങനെയാണ്? ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്നത് അവിടുന്നാണ്. ഇത് മനോഹരമായ ഒരു ചിന്തയാണിത്. സ്വർഗത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ ഇപ്രകാരം പറയണം: സ്വർഗത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്ന, ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന, സംവിധാനങ്ങളെയും സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം, ആ ദൈവം എൻ്റെ പിതാവാണ്. ആ ദൈവം എൻ്റെ പിതാവാണെന്ന്, അപ്പനാണെന്ന് ഏറ്റുപറയുന്ന, സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് ഈ ശക്തമായ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകും. അപ്പം അതാണ് റോമാലേഖനം, അതാണ് യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്: കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ നാം പറഞ്ഞു വന്ന കാര്യങ്ങളെ ഒന്ന് ചുരുക്കി മനസ്സിലാക്കിയാൽ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക്
കടന്നു വന്നു എന്ന്, അല്ലെങ്കിൽ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഭൂരിഭാഗം വരുന്ന വ്യക്തികളും ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്, ദൈവസ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചത് അവർക്ക് കിട്ടിയ ഭൗതിക അനുഗ്രഹങ്ങളുടെ പേരിലാണ്. ഈ ധാരണ ഇന്ന് തിരുത്തണം. രണ്ടാമത്തേത്, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം? ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഈശോ മിശിഹായെ നമുക്ക് തന്നു എന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം. മൂന്നാമത്തേത്, ഈശോ മിശിഹായെ ദൈവപിതാവ് നമുക്ക് തന്നു എന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹമെങ്കിൽ ആ ഈശോയിലൂടെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, ഈ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം, അവകാശം, അധികാരം, അങ്ങനെ ഒരു സാഹചര്യം കർത്താവ് ഒരുക്കി. ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള സാധ്യതയും സാഹചര്യവും അനുഗ്രഹവും ദൈവം തന്നെങ്കിൽ പ്രിയമക്കളെ, ഇനി നമ്മുടെ ഉത്തരവാദിത്വം ഇതാണ്, അത് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തിയിലേക്ക് മനോധൈര്യം നിറയും. ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ ആകുലത മാറും. ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദാരിദ്ര്യവും ദുഃഖങ്ങളും ഉണ്ടാക്കുന്ന വേദനയ്ക്ക് ആശ്വാസം കിട്ടും. എല്ലാം നിയന്ത്രിക്കുന്ന 2 ദിനവൃത്താന്തം 26 യഹോശാഫാത്ത് പ്രാർത്ഥിച്ചതുപോലെ സ്വർഗത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്ന സർവശക്തൻ എൻ്റെ പിതാവാണെന്ന ബോധ്യം കിട്ടിയാൽ ആ ദൈവം അറിയാതെ, ആ അപ്പൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാവും. നമ്മളീ തുടർന്ന് വരുന്ന ആരാധനയിൽ ആ അവബോധത്തെ, ആ പ്രാർത്ഥനയെ ഉയർത്തുകയാണ്. ദൈവത്തിൻ്റെ കരുണയിലേക്ക്, ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിലേക്ക്, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് നിക്ഷേപിച്ച ആ ദൈവത്തിൻ്റെ കരുണയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ആരാധനയിലൂടെ നമുക്ക് കടന്നു വരാം. കർത്താവ് പരിശുദ്ധ കുർബാനയിലൂടെ ആ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കാൻ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് പ്രത്യേകം അഭിഷേകം ചെയ്യും. ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി നിങ്ങളുടെ കുടുംബങ്ങളെ വിടുവിക്കും. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സിഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ദിവ്യകാരുണ്യനാഥനായി നമുക്ക് മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സർവശക്തനായ ഈശോയെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം. അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനെ പോലെ ആയിത്തീർന്ന്
മരണം വരെ, കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും മേലായ നാമം നൽകുകയും ചെയ്തു. ഇത് ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും അവിടുത്തെ മുമ്പിൽ മുട്ടുകൾ മടക്കുന്നതിനും യേശു കർത്താവാണെന്ന് ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. സർവശക്തനായ ആ ദൈവത്തെ, ദിവ്യകാരുണ്യത്തിൽ നമുക്കിടയിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന രാജാധിരാജനായ യേശുവിനെ കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്നതായി യോഹന്നാൻ കണ്ട ആ ദൈവ കുഞ്ഞാടിനെ നമുക്ക് അതരം തുറന്ന് ഹൃദയം തുറന്ന് ആരാധിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ആരാധനയിൽ കടന്നു വരാൻ ആഗ്രഹിച്ച് നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും കർത്താവിൻ്റെ ശക്തി നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പാടി ആരാധിക്കാം കുഞ്ഞാടായ ദൈവത്തെ. വെളിപാട് പുസ്തകത്തിൽ സ്വർഗത്തിൽ നിൽക്കുന്നതായി യോഹന്നാൻ കണ്ട ആ കുഞ്ഞാടിനെ നമുക്ക് ഹൃദയം കൊണ്ട് ആദരം കൊണ്ടും ആരാധിക്കാം. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ഉദ്ധിതനായവനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ഉദ്ധിതനായവനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. കാരുണ്യവാനായ ദൈവത്തെ ആരാധിക്കാം. സർവശക്തനായ പിതാവിനെ ആരാധിക്കാം. പിതാവിൻ്റെ വലിയ സാന്നിധ്യം, സ്നേഹം നിറയാൻ ആഗ്രഹിച്ച് എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ജീവിക്കുന്ന ദൈവത്തെ നാം ഹൃദയം തുറന്ന് ആരാധിക്കുകയാണ്. ദൈവപിതാവ്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ഭാഗ്യം തന്ന ഈശോയുടെ ആ സ്നേഹം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം കാണിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു എന്ന് യോഹന്നാൻ എഴുതിയ ആ ദൈവപിതാവിൻ്റെ സ്നേഹം നിറയാൻ ആഗ്രഹിക്കാം. ഹൃദയം തുറന്ന് അതരം തുറന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചൊല്ലി പാടി പ്രാർത്ഥിക്കാം. ദൈവപിതാവേ, സ്നേഹതാതനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിക്കാം. ജീവന്റെ അഗ്നിയായ പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. മാളികയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ചൈതന്യം എല്ലാ ഹൃദയങ്ങളിലും വന്ന് നിറയാൻ ആഗ്രഹിക്കാം. തകർന്ന കുടുംബങ്ങളിൽ, രോഗബാധിതമായ ശരീരങ്ങളിൽ, മനസ്സുമടുത്ത് ഭാരപ്പെട്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ജീവിതങ്ങളിൽ, എന്തു ചെയ്താലും പരാജയത്തിന്റെ നടുവിൽ ഉയർത്തെഴുന്നേൽക്കാനാവാതെ തകർന്നു കിടക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവെ ഇറങ്ങി ആവസിക്കണമേ എന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയെ, പരിശുദ്ധാത്മാവേ, ജീവാഗ്നിയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ,
ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവിൽ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവിൽ ആരാധിക്കുന്നു ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ചൊല്ലി പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ചൊല്ലി പാടി ആരാധിക്കാം എല്ലാവരും. ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ഉച്ചത്തിൽ കർത്താവിനെ ആരാധിക്കാം. എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കാം. ദൈവപുത്ര എല്ലാ വേദനകളും കൊടുത്ത് ആരാധിക്കാം. ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കാം. ആമേൻ ആമേൻ യേശുനാഥ ദൈവപുത്ര ആമേൻ ആമേൻ ദൈവപുത്ര സർവശക്ത ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ നിത്യപിതാവേ ഉയർത്തി കർത്താവിനെ ഹൃദയം തുറന്ന് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു ആരാധിക്കുന്ന കർത്താവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ലോകമെമ്പാടുമുള്ള അങ്ങയുടെ മക്കളോട് ചേർന്ന് ആരാധിക്കുന്നു. എല്ലാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദേവാലയങ്ങളോട്, ആരാധനാ കേന്ദ്രങ്ങളോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദിവ്യകാരുണ്യത്തിൽ അങ്ങേ ആരാധിക്കുകയും ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളോട് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനെ തുറന്ന് ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കാം. എല്ലാ മക്കളുടെയും നാവിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ് കർത്താവിനെ ഹൃദയം തുറന്ന് വിളിക്കാം. എല്ലാ വേദനകളും ഈശോയ്ക്ക് കൊടുക്കാം. രോഗങ്ങളുടെ നടുവിൽ ആരാധിക്കാം. തകർച്ചകളുടെ നടുവിൽ ആരാധിക്കാം. കടബാധ്യതകളുടെ നടുവിൽ ആരാധിക്കാം. മക്കളെ ഓർത്തുള്ള ഭാരങ്ങളുടെ നടുവിൽ ആരാധിക്കാം. എല്ലാ കഷ്ടപ്പാടുകളുടെയും കണ്ണീരിന്റെയും നടുവിൽ ആരാധിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, ഹാലലൂയ ഹാലലൂയ. അതിനെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും സ്തുതിക്കുന്നു. ഹാലലൂയ 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 ഹാലലൂയ
കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും തിരുവോസ്തിയിൽ നിന്ന് ശക്തി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വടക്ക് നിന്ന് നിന്റെ പുത്രന്മാരെയും പടിഞ്ഞാറ് നിന്ന് സന്തതികളെയും ഒരുമിച്ച് കൂട്ടുമെന്നും കർത്താവെ തെക്കിനോട് തടയരുതെന്ന് കൽപ്പിക്കുമെന്നും അരുളി ചെയ്ത നിന്റെ വലതുകരം കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്ന ഓരോ കുടുംബത്തിന്റെ മേലും ഇപ്പോൾ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ തുറന്ന് സ്തുതിക്കുക. എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി വ്യാപിക്കട്ടെ. തകർന്ന മനസ്സുകളുടെ മേൽ കർത്താവിന്റെ ശക്തി വ്യാപിക്കട്ടെ. തകർന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി കടന്നു വരട്ടെ. ദൈവമേ, ബലമില്ലാതെ ഭാരപ്പെട്ട് വിഷമിച്ച് കഴിയുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ ശക്തി വ്യാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെരമ്യാ പ്രവചനം 3-ാം അധ്യായം 19-ാം തിരുവചനം. യെരമ്യാ 3:19 ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം അരുളി ചെയ്തു: എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ഛേദോകരമായ അവകാശം നിനക്ക് തരാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് നീ എന്നെ വിളിക്കുമെന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിക്കുകയില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ഈശോ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത് ദൈവം നമ്മുടെ പിതാവാണെന്ന് നാം അംഗീകരിക്കാനും സ്വീകരിക്കാനും ഏറ്റുപറയാനും നമ്മെ പഠിപ്പിക്കാനാണ്. ഈശോയുടെ വലിയ സാന്നിധ്യത്തിന് മുമ്പിൽ സ്നേഹത്തോടെ ആയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവം നമ്മുടെ പിതാവാണ് എന്ന് നാം ഏറ്റുപറയുകയാണ്. നിലവിളി കേൾക്കുന്ന ആ ദൈവം, സങ്കടങ്ങൾ കേൾക്കുന്ന ആ ദൈവം, അപ്പാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ മേൽ വർഷിച്ച ആ മഹാഭാഗ്യം, ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രകാരം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. രക്ഷകനായ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായി, ദൈവവും കർത്താവുമായി വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്തതിലൂടെ ദൈവപിതാവേ, ഞങ്ങളുടെ പിതാവായി അവിടുന്ന് മാറിയതിന്, മക്കളായി ഞങ്ങളെ സ്വീകരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ആബാ പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ അയക്കണമേ, ഞങ്ങളുടെ തകർന്ന ജീവിതങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ ഇപ്പോൾ അഭിഷേകമായി അയച്ചു തരണമേ. ഹല്ലേലൂയ. പാപങ്ങളിലും ശാപങ്ങളിലും ബന്ധനങ്ങളിലും തകർക്കപ്പെട്ട് കിടക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും എല്ലാ ജീവിതങ്ങളുടെ മേലും പിതാവായ ദൈവമേ, പുത്രനായ യേശുവിന്റെ തിരുരക്തത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ലോകമെമ്പാടും ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ആരും സ്നേഹിക്കാനില്ലാതെ, മനസ്സിലാക്കാനില്ലാതെ, കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുന്നില്ല, തെറ്റിദ്ധരിക്കുന്നു, തിരിച്ചറിയുന്നില്ല ഈ സങ്കടഭാരങ്ങളിൽ കർത്താവേ, വേദനിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
തകർന്ന ഭാര്യാഭർത്തൃ ബന്ധത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അനുസരണയില്ലാത്ത മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, അവരുടെ വേദനകളെ പ്രത്യേകം ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ തകർന്നു കിടക്കുന്ന, കടബാധ്യത കൊണ്ട് നട്ടം തിരിയുന്ന, കർത്താവെ ജീവിതത്തിൽ പുരോഗതിയില്ലാതെ എന്തു ചെയ്താലും പരാജയത്തിന്റെ നടുവിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അടിമത്തത്തിന്റെ മനസ്സോടെ ഭയത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കളെല്ലാവരെയും ഈ ആരാധനയിൽ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവെ, മന്ത്രവാദ ആഭിചാര ബന്ധനങ്ങൾ തകർത്ത് കളയുമെന്ന ഭീതിയിൽ തകർന്നു കിടക്കുന്ന, ഭാരപ്പെട്ട് ഭയത്തിന്റെ അടിമകളായി കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്ന പാപജീവിതത്തിലൂടെ തകർക്കപ്പെട്ട് കിടക്കുന്ന മക്കളെ കർത്താവെ ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈശാചിക അരൂപികളാൽ ബന്ധിക്കപ്പെട്ട് ദൈവമേ അടിമത്തങ്ങളിലാക്കി കിടക്കുന്ന കുടുംബങ്ങളെ, അടിമത്തങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കളെ കർത്താവെ ഈ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരുടെ വേദനകളെ ഈ ആരാധനയിൽ സമർപ്പിക്കുന്നു. വിവാഹ തടസ്സങ്ങളിൽ വേദനിച്ചു കഴിയുന്ന മക്കളെ ഈ ആരാധനയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഭവനമില്ലാത്ത മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിരാശയിലും അമിത ദുഃഖത്തിലും ആത്മഹത്യാ ചിന്തകളിലും കഴിയുന്ന മക്കളെ ഈ ആരാധനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. എന്റെ മകനെ, എന്റെ മകളെ എന്ന് വിളിച്ചു. നീ എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ ഒരു നാൾ തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞു. എൻ്റെ പൈതലേ എന്ന് വിളിച്ച് മാറോട് ചേർക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ, പിതാവായ ദൈവത്തെ നമുക്ക് തരാനാണ് ഈശോ മനുഷ്യനായി അവതരിച്ചത്. അപ്പാ പിതാവേ, നിന്റെ വലിയ സ്നേഹത്തെ ഈ ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങൾ അനുഭവിക്കുന്നു, ഏറ്റുപറയുന്നു. കർത്താവേ, ആ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ അവിടുന്ന് പകർന്നു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ കുഞ്ഞുങ്ങളാണ്, ഞങ്ങൾ അങ്ങയുടെ പൈതങ്ങളാണെന്ന് കർത്താവെ തിരിച്ചറിയാൻ, സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ പിതാവാണ്, അപ്പനാണ്. ആ അപ്പൻ്റെ സ്നേഹം അനുഭവിക്കാൻ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച്, ദൈവത്തിൻ്റെ ആ പിതാവിൻ്റെ ഹൃദയത്തെ സ്വീകരിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ പൈതലേ, നീ എന്നും പ്രിയങ്കരൻ. ഓ എൻ്റെ പൈതലേ, നീ എന്നും പ്രിയങ്കരൻ. തളരല്ലേ നീ, തെല്ലും പതറല്ലേ നീ, എന്നെന്നും കൂടെയില്ലേ. നിന്നെ ഒരു നാളും കൈവിടില്ല. ഓ എൻ്റെ പൈതലേ, നീ എന്നും പ്രിയങ്കരൻ. തളരല്ലേ നീ, തെല്ലും പതറല്ലേ നീ, എന്നെന്നും കൂടെയില്ലേ. നിന്നെ ഒരു നാളും കൈവിടില്ല. നിന്നെ ഒരു നാളും കൈവിടില്ല. ഓ എൻ്റെ പൈതലേ, നീ എന്നും പ്രിയങ്കരൻ. ഓ എൻ്റെ പൈതലേ, നീ എന്നും പ്രിയങ്കരൻ. തളരല്ലേ നീ, തെല്ലും പതറല്ലേ നീ, എന്നെന്നും കൂടെയില്ലേ. നിന്നെ ഒരു നാളും കൈവിടില്ല. നിന്നെ ഒരു നാളും കൈവിടില്ല.
ദിവ്യകാരുണ്യ സ്നേഹഹൃദയത്തിലേക്ക് നമ്മുടെ എല്ലാ വേദനകളെയും നമുക്ക് കൊടുക്കാം. ഈ ആരാധനയിലായിരിക്കുന്ന എല്ലാ മക്കളുടെയും ഭാരങ്ങളെ ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. എവിടെയെങ്കിലും ഒരു വ്യക്തി മുന്നോട്ട് പോകാൻ വഴി കണ്ടുപിടിക്കാൻ പറ്റാതെ മനസ്സ് തകർന്ന് ശരീരം തളർന്ന്, കർത്താവേ, ഇന്ന് ഈ ആരാധനയിൽ നിന്നോട് സംബന്ധിക്കുന്നെങ്കിൽ, നിന്റെ കരം പിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവേ, ഇപ്പോൾ ആ വ്യക്തിയിലേക്ക്, കുടുംബത്തിലേക്ക് നിന്റെ ശക്തി അയക്കണമേ. ലോകത്തിൻ്റെ 4 ദിക്കുകളിലേക്കും കർത്താവേ, ഈ ആരാധനാലയത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ലൂക്കാ 6:19 വചനത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളിൽ കർത്താവ് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, മദ്യപാനത്തിൻ്റെ ബന്ധനക്കെട്ടുകൾ കുടുംബങ്ങളിൽ നിന്ന് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്കയിലായിരിക്കുന്ന മക്കളുടെ ശരീരത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങളിലേക്ക്, തകർന്ന ജീവിതങ്ങളിലേക്ക് ഈശോയുടെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുരക്തം കുടുംബങ്ങളിൽ സംരക്ഷണത്തിൻ്റെ അടയാളമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് കർത്താവിൻ്റെ ശക്തി വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരങ്ങളും ആകുലതകളും രോഗങ്ങളും ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായി ഒരുങ്ങാം. എല്ലാ ആകുലതകളും ഭാരങ്ങളും ഈശോ ഏറ്റെടുക്കുകയാണ്. ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകി വരട്ടെ. ഏകാഗ്രമായി ഭക്തിയോടെ ശിരസ്സുകൾ നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന 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 ഹല്ലേലൂയ. ആരാധന 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 യേശുവേ, നന്ദി 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 നന്ദി. ആരാധന 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 ഈശോയേ, ആരാധന 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 യേശുവേ, നന്ദി 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 യേശുവേ. ആരാധന 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 യേശുവേ. ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹസ്വരൂപനാം ദൈവമേ, ജ്ഞാനസ്വരൂപനാം ദൈവമേ, ആത്മസ്വരൂപനാം ദൈവമേ, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു.